ഹലോ മലയാളീസ്, നമ്മളിന്ന് എവിടെ എത്തിയിരിക്കുന്നത്? പറ, എവിടെ വന്നിരിക്കുന്നേ? എവിടെയാ? കുറേ ബക്കറ്റ് ലിസ്റ്റുകളുള്ള കുറേ ലിസ്റ്റില്ല ഒരു ലിസ്റ്റ് ഒരു സാധനം ഇന്ന് ടിക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഓടിപ്പോകുന്നു ആദ്യം തന്നെ. കൂട്ടത്തിലുള്ള അതിൻ്റെ പട്ടിയെ കണ്ട് പേടിയെ കാണാൻ ഓടിപ്പോയത് കേട്ടോ. ദേ ആ കാണുന്നതാണ് ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി. ഈ കാണുന്ന രണ്ടാമത്തെ കെട്ടിടയില്ലേ, അവിടെയാണ് ഞാൻ പഠിച്ചത്. UK ഞാൻ കയറി വരാൻ കാരണമായ യൂണിവേഴ്സിറ്റിയാണ് ദേ അത്. കോളേജിൻ്റെ ബാക്ക് സൈഡാണത് മൊത്തം. ദേ നമ്മളിന്ന് കേബിൾ കാർ കയറാനാണ് വന്നിരിക്കുന്നത്. അവരുടെ ബക്കറ്റ് ലിസ്റ്റിലെ ആദ്യത്തെ ടിക്ക്. ക്യൂ ആണ് ഗൈസ്. കേബിൾ കാർ കയറാൻ വന്നിട്ട് മൊത്തം ക്യൂ ആണ് ഗൈസ്. ഈ നിൽക്കുന്ന 2 പേര് നമ്മുടെ കൂടെ ഉള്ളതാണ് കേട്ടോ. ക്യൂ കൊണ്ട് നീണ്ട ക്യൂ. ടിക്കറ്റ് എടുത്തപ്പോഴേ ഞാൻ പറഞ്ഞ അന്നേരം അങ്ങ് കയറാമെന്ന്. അന്നേരം ഈ അമ്മച്ചി അത് സമ്മതിച്ചില്ല. എന്നിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഉണ്ടോ. അങ്ങനെ നീണ്ട ക്യൂ പതുക്കെ ചലിച്ചു തുടങ്ങിയിരിക്കുകയാണ്. എന്ത് സംഭവിക്കുമെന്നൊന്നും അറിയത്തില്ല, നോക്കാം. എൻ്റെ പുറകിൽ നിന്നവരെ വരെ അവർ ക്യാൻസൽ ചെയ്തു. അവസാനത്തെ ആൾ ഞാനായിരുന്നു. ബാക്കി അവർ ബ്ലോക്ക് ചെയ്ത്. നമ്മൾ കേബിൾ കാറിലേക്ക് കയറാൻ പോവുകയാണ്. ഇവിടെയും ക്യൂ ആണല്ലോ കർത്താവേ. എന്നാലും ഇതൊക്കെ കണ്ടുപിടിച്ചാൽ സമ്മതിക്കണമല്ലേ. എന്താ പ്രവർത്തനം, ഇത്രയും വലിയ മെഷീൻ. അവസാനം ഒരു ബ്രത്ത് കിട്ടി. അതിൻ്റെ സ്പീഡിലാണ് പോകുന്നത്. ഇവിടെ നമ്മൾ തള്ളി വിടുക. ഇതിനാ ഭയങ്കര ആട്ടമുണ്ട് ഗൈസ്, ആട്ടമുണ്ട്. പറയൂ എന്നെ എങ്ങനെയുണ്ട്? ഫോട്ടോഗ്രാഫർ പ്രവേശ് സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഇതൊക്കെ നെറ്റി വരും. ആവശ്യമില്ലാത്ത പണിക്ക് പോണോ? ആണ്ട് എഴുതിട്ടിരിക്കുന്നു. ആണ്ട് ഒരുത്തന്നെ അപ്പുറത്തെ ക്യാബിന് എഴുതിട്ടിരിക്കുന്നു. ഏകദേശം എത്ര അടി ഉയർത്തി കാണുമ്പോ?
അത് 2 മീറ്റർ 2 കിലോമീറ്റർ എന്നുണ്ട്. 2.2 കിലോമീറ്റർ. ആകാശം നോക്കുമ്പോൾ ഇതൊക്കെ എന്ത് ശിശു. ഇവിടെ വഴിയെ പോകുന്നവരൊക്കെ ഹായ് കാണിക്കുന്നുണ്ട്. സണ്ണ് സെറ്റായി ചന്ദ്രനുമായിട്ട്. ഇത് ക്യാമറയും പരിപാടി ഉണ്ടല്ലേ? നല്ല അങ്ങനെ നല്ല മോളിൽ അങ്ങനെ നമ്മൾ റിട്ടേൺ പോവുകയാണ്. ഇവിടെ വന്നവരെ നമ്മൾ തിരിച്ച് റിട്ടേൺ പോവുകയാണ്. ഏറ്റവും മുകളിൽ എത്തിയിരിക്കുന്നു. തിരിച്ച് റിട്ടേൺ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്നാൽ ചെന്നു. നമ്മൾ എൻഡിലേക്ക് എത്തിയിരിക്കുന്നു. തിരിച്ചിറങ്ങേണ്ട സമയമായിരിക്കുന്നു സുഹൃത്തുക്കളെ, ഇറങ്ങേണ്ട സമയമായിരിക്കുന്നു. കഴിഞ്ഞു, ഇറങ്ങേണ്ട സമയമായി. ബാ, ഇവിടെ നിന്ന് ചാടി ഇറങ്ങി. ഇവിടെ ഇപ്പോൾ തുറക്കും. കേബിൾ കാറിന് ശേഷം അടുത്തതായി ഞങ്ങളുടെ യാത്ര നേരെ ഓപ്പോസിറ്റുള്ള ഒറ്റൂലേക്കാണ്. അതിനകത്ത് കുറേ കടകളുണ്ട്, എല്ലാം കാണിച്ചു തരാം. നല്ല രസമാണ്. പക്ഷേ കാശ് ഇമ്മടി ആവുകയെ എന്നിട്ട് നമ്മളൊന്നും മേടിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് കയറി കറങ്ങി നടക്കാം. വാ, ഒറ്റൂൻ്റെ മുമ്പിലുള്ള കാഴ്ചയാണ് കേട്ടോ. ഇവിടെ പഠിക്കേണ്ട സമയത്ത് ഇതൊന്നുമില്ലായിരുന്നു. ഇതിപ്പോൾ ഈ ഇടയ്ക്ക് അങ്ങോട്ട് വന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഒറ്റൂൻ്റെ ഫ്രണ്ടിൽ എത്തിരിക്കുകയാണ്. പണ്ട് ഞാൻ ഇവിടെ പഠിക്കേണ്ട സമയത്ത് ചിലപ്പം രാവിലെ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞായിരിക്കും അടുത്ത സെക്ഷൻ വരുന്നത്. ആ സമയത്ത് ഒറ്റൂൻ്റെ അകത്തൂടെ കയറി ഇറങ്ങി നിരങ്ങുക എന്നായിരുന്നു പരിപാടി. ഇതിനകത്ത് കയറിയ സമയം പോകും കേട്ടോ. കുറേ ഒക്കെ ഷോപ്പും ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് വേറെ പരിപാടിയുണ്ട്. കയറി വരുമ്പോൾ 2 മണിക്കൂർ പോകുന്നതേ നമ്മളറിയില്ല. ഇതാണ് ഒറ്റൂൻ്റെ മറ്റൊരു പ്രത്യേകത. ഇതാണ് ഒറ്റൂൻ്റെ എൻട്രൻസ്. മെയിൻ എൻട്രൻസിൻ്റെയൊക്കെ അകത്തേക്ക് കയറി വരുമ്പോൾ കാണുന്നതാണ്.
ഇതാണ് O2 DJ പ്രോഗ്രാം. ഫസ്റ്റ് ഫ്ലോറിൽ കാണുന്ന പരിപാടിയാണിത്. ഇവിടെ O2 സമയം ആയതുകൊണ്ട് കടകളെല്ലാം അടച്ചു. നമ്മൾ വന്ന സമയത്ത് ഭൂരിഭാഗം കടകൾ അടച്ച കാരണം നമുക്ക് അങ്ങനെ അധികം കടകളൊന്നും കയറാൻ സാധിച്ചില്ല. എല്ലാം പുറത്തൂടെ കാണാനേ സാധിച്ചുള്ളൂ. നമുക്ക് പിന്നൊരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് O2 കടയ്ക്ക് മുമ്പ് അല്ലാതെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഈ ചാനലിൽ, കയറുന്നൊക്കെ കാണാൻ സാധിക്കാം. ഇപ്പം സമയമായി കഴിഞ്ഞാൽ O2 മൊത്തം അടച്ചു. O2ൻ്റെ അകത്തുള്ള കടകളൊക്കെ അടച്ച്. റെസ്റ്റോറൻറ്റ്സ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ O2ൻ്റെ അകത്ത് ഓപ്പൺ ആയിട്ടിരിക്കുള്ളൂ. ബാക്കിയുള്ള കടകളെല്ലാം അടച്ച്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ DSLR ക്യാമറകളൊന്നും നമുക്ക് O2ൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. മൊബൈൽ ക്യാമറ മാത്രം നമ്മൾ O2ൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. എന്താ അതിൻ്റെ ലോജിക്കുന്നത്? ഒരു പിടുത്തമില്ല അല്ലേ? ബാ, ഇനി നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാം. നോക്കി ഈ സ്ഥലം അടിപൊളിയല്ലേ മക്കളെ, അടിപൊളി. അപ്പോൾ ഗൈസ് പറഞ്ഞ പോലെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സമയം രാത്രി 11 മണിയായി. 12 മണിയാകുമ്പോൾ ട്യൂബ് അടയ്ക്കും, അണ്ടർഗ്രൗണ്ട് അടയ്ക്കും എന്നുള്ളത് കൊണ്ട് തൽക്കാലം നമ്മൾ ഇവിടുന്ന് യാത്ര പറഞ്ഞ് തിരിച്ച് മുറിലേക്ക് പോവുകയാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഷാരോൺ, ബൈ.